ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 42-ാമത്തെ വചനം. എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ഭയവുമായവൻ എനിക്കില്ലാതിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. വലിയ വിളിയുള്ളൊരു മനുഷ്യനായിരുന്നു യാക്കോബ്. ശരിക്കും ദൈവം നേരിട്ടിറങ്ങി അനുഗ്രഹിച്ചൊരു മനുഷ്യനായിരുന്നു യാക്കോബ്. എന്നാൽ അവൻ ലാബാന്റെ വീട്ടിൽ പെട്ടുപോയി. സ്തോത്രം. പെട്ട സാഹചര്യമൊന്നും ഞാൻ പറയുന്നില്ല. പല ആവർത്തി ഇവൻ അധ്വാനിച്ച് അധ്വാന ഫലം പ്രതിഫലമായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പല ആവർത്തി അത് കൊടുക്കാതെ മാറിപ്പോയി. ഹല്ലേലൂയ. ലാബാൻ തീരുമാനിച്ചു ഇവന്റെ അധ്വാന ഫലം അപഹരിച്ചിട്ട് വെറും കൈയായി അവനെ വിട്ടയക്കാൻ. എന്നാൽ ദൈവം തീരുമാനിച്ചു ഇവന്റെ അധ്വാന ഫലം കൊടുത്തിട്ട് ഇവനെ അവിടെ നിന്ന് ഇറക്കത്തുള്ളൂ. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവം പറയും, ചില വീടുകൾക്കകത്ത് ദൈവത്തിന്റെ തീരുമാനം നടപ്പിൽ വരാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിന്റെ അനുഗ്രഹത്തെ ആര് തടഞ്ഞു വെച്ചോ, ഏത് ബന്ധുക്കൾ തടഞ്ഞു വെച്ചാലും, ഏത് എതിരാളികൾ ഞാനൊരു വെളിപ്പാട് കാണുന്നു. തടഞ്ഞു വെച്ച കരങ്ങൾ ഇന്ന് അവിടെ നിന്ന് എടുത്തു മാറ്റാം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഇന്ന് ഞാൻ നിങ്ങളോട് 1-2 അനുഭവങ്ങളുടെ പറയുക, നിങ്ങൾക്ക് വെളിപ്പെട്ട് വരാനാ. 3 മേഖല ഞാൻ കാണുന്നു. ചിലരുടെ അനുഗ്രഹത്തെ ശത്രു തടഞ്ഞു നിർത്തിയിരിക്കുക. ചിലരുടെ അനുഗ്രഹത്തെ ശത്രു നിന്റെ കയ്യിൽ വരാതെ ചവിട്ടിപ്പിടിച്ചിരിക്കുക. ചിലരുടെ നന്മ ഇനി കിട്ടത്തില്ലെന്ന് ഉറപ്പിച്ചു. പക്ഷേ 3 മേഖല റിലീസാവും. ആത്മമണ്ഡലത്തിൽ വിടുതൽ വ്യാപരിക്കുക യേശുവിന്റെ നാമത്തില്. ഇന്ന് ദൈവമക്കളോട് ഞാൻ പറയാം, ഈ എതിർപ്പുകളെ അതിജീവിക്കുന്നത് ആത്മതലത്തിലൂടെയാ. നിന്നെ ദരിദ്രനാക്കുവാൻ, നിന്നെ ഒന്നുമില്ലാത്തവനാക്കുവാൻ പിശാചിട്ട കുതന്ത്രങ്ങൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോണ്ട് ഈ ദൂതിന്ന് കേൾക്കണം. ജീസസ്, ഞാൻ ദൈവത്തിൽ നിന്നും നന്മ പ്രാപിക്കും എന്നൊരു വാക്കിന് ആമേൻ പറയാമോ? ഒന്നുകൂടെ പറ, ഞാൻ ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കും. 2 കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പറ, നന്മ പ്രാപിക്കും. നിങ്ങൾ എഴുതിയിട്ടോ, ചില ദിവസത്തിനകത്ത് നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഓപ്പണിങ് മനുഷ്യരിൽ നിന്നല്ല. യെസ്, മനുഷ്യരിൽ നിന്നല്ല, അല്ല, ദൈവത്തിൽ നിന്ന്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. സാത്താന്റെ രാജ്യത്തോട് യുദ്ധം നടക്കുക. അവൻ വരുന്നത് മോഷ്ടിക്കാനാണ്, അവൻ വരുന്നത് അറുക്കാനാണ്, അവൻ വരുന്നത് മുടിക്കാനാണ്. അവൻ മോഷ്ടിച്ചോട്ടെ, അവൻ അറുത്തോട്ടെ, അവൻ മുടിച്ചോട്ടെ. യേശു പറയുക, ഞാൻ വന്നത് അത് തിരികെ തരാനാ. ഞാൻ കാണുന്നൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. ഇന്ന് വിടുതൽ നമ്മൾ ഏറ്റെടുക്കുന്നത് ആത്മതലങ്ങളിലൂടെ യാത്ര ചെയ്ത. നീ കൈ തൊടുന്ന സകലത്തിലും ദൈവം അനുഗ്രഹം കൽപ്പിക്കും.